ഹലോ, വെൽക്കം ടു ലേണിനോ. ദിസ് ഇസ് ധന്യ. ഇന്ന് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഗ്രാഫും അതിൻ്റെ റെപ്രസെൻറ്റേഷൻസും ആണ് പറയണത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, എന്താണ് ഗ്രാഫ്? ഓക്കെ, ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിനകത്ത് എന്തൊക്കെയാണുള്ളത്? കുറച്ച് വേർട്ടിസസും അതുപോലെ തന്നെ എഡ്ജസും അല്ലേ. വേർട്ടിസസ് ഉണ്ടായിരിക്കും, ആ വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജസും ഉണ്ടായിരിക്കും. വേർട്ടിസസിനെ പറയുന്ന മറ്റൊരു പേര് നോഡ് എന്നും അതുപോലെ തന്നെ എഡ്ജസിനെ നമുക്ക് ആർക്സ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പം ഇവർ തമ്മിലുള്ള കണക്ഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഒരു ഗ്രാഫിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രാഫ് ഇസ് എ കളക്ഷൻ ഓഫ് വേർട്ടിസസ് ആൻഡ് ആർക്സ് വിച്ച് കണക്ട് ദ വേർട്ടിസസ് ഇൻ ദ ഗ്രാഫ്. ഓക്കെ, ഗ്രാഫിലെ വേർട്ടിസസിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് വേർട്ടിസസിൻ്റെയും അതുപോലെ ആർക്സിൻ്റെയും കളക്ഷനാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഗ്രാഫ് ഇസ് represented as G equal to V comma E, where V is a set of vertices and E is a set of edges. Okay, then ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എ ബി സി ഡി ഇ എന്ന് പറയുന്ന വേർട്ടിസസ്, ഒരു 5 വേർട്ടിസസ് ആണുള്ളത്. അവർ തമ്മിൽ ഒരു 6 എഡ്ജസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ജി ഈക്വൽ ടു വി കോമ ഇ. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? വി എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 വേർട്ടിസസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത്, എഡ്ജസ് എന്ന് പറയുന്നത് എ ബി, എ സി, എ ഡി, ബി ഡി, അതുപോലെ തന്നെ സി ഡി, ബി ഇ, ഇ ഡി. ഓക്കെ, 7 എണ്ണം ഉണ്ട്. സോറി, അതിൽ 6 എഡ്ജസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 7 എഡ്ജസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ഷണൽ എഡ്ജസും വരാം. അതായത് ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, അൺഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സൈക്ലിക് ഗ്രാഫ് ഉണ്ട്, അസൈക്ലിക് ഗ്രാഫ് ഉണ്ട്. അങ്ങനെ ഗ്രാഫ്സ് പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, നമുക്കിതിൽ ഡയറക്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പം ഇതിലിപ്പം എ ടു ബി ഒരു കണക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് ഫ്ലോ എന്നുള്ളത് കാണിക്കാൻ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതായത് എല്ലാ എഡ്ജസിനും ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാം തമ്മിലൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഗ്രാഫ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കാം. അപ്പം ഇത് ഡയറക്ഷൻ നമുക്ക് മുന്നേ തന്നത് ഡയറക്ഷൻ തരാത്ത ഗ്രാഫ് ആയിരുന്നു. സോ അത് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. ഇനി സൈക്ലിക് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ, അതായത് ഇപ്പോൾ എ ബി സി 3 വേർട്ടിസസ് ആണെങ്കിൽ മൂന്നും തമ്മിൽ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു സൈക്ലിക് ഗ്രാഫാണ്. ഓക്കെ, ഇതാണ് സൈക്ലിക് ഗ്രാഫ്. ഓക്കെ, എ ടു ബി, ബി ടു സി ആൻഡ് തിരിച്ച് സി ടു എ, എയിലേക്ക് തന്നെ എത്തും. അപ്പം അങ്ങനെയുള്ളത് സൈക്ലിക് ഗ്രാഫ്. അതല്ലാത്തത് അസൈക്ലിക് ഗ്രാഫ്. പിന്നെ അതുപോലെ തന്നെ എയിൽ നിന്ന് എയിലേക്ക് തന്നെ നമുക്ക് ഒരു എഡ്ജ് വരാം. അപ്പം ഇങ്ങനെയുള്ളത് നമ്മൾ ലൂപ്സ് എന്ന് പറയും. ഓക്കെ, ലൂപ്പ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ്സിനെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് പറയണം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് അഡ്ജസൻസി മെട്രിക്സ്, അഡ്ജസൻസി ലിസ്റ്റും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ്. ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിൽ ഗ്രാഫിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 1 അഡ്ജസൻസി മെട്രിക്സ്, 2 ഇൻസിഡൻസ് മെട്രിക്സ്, 3 അഡ്ജസൻസി ലിസ്റ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ അഡ്ജസൻസി മെട്രിക്സ് ആണ്. അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാഫിനെ മെട്രിക്സിൻ്റെ ഒരു ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 4 വേർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 4x4 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റോസും കോളംസും ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് 1സും 0സും വെച്ചിട്ടാണ്. നമുക്ക് ഓരോ എഡ്ജിനെയും നമ്മൾ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. എന്നാൽ ഒരു എഡ്ജ് ഇല്ലാതിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വേർട്ടക്സിൽ നിന്ന് മറ്റൊരു വേർട്ടക്സിലേക്ക് എഡ്ജ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അവിടെ അതിന് 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ,
അപ്പം ഇതൊരു ഫസ്റ്റ് വൺ എക്സാമ്പിൾ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പം ഇതിൽ 5 വേർട്ടെക്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 5 വേർട്ടെക്സ് എന്ന് പറയുമ്പം ഒരു 5x5 മെട്രിക്സ് ആണ് ഉണ്ടായിരിക്കുക. ABCDE എന്ന് വെച്ച് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം A to B നമുക്ക് കണക്ഷൻ ഉണ്ട്. അപ്പം A to A നമുക്ക് കണക്ഷൻ ഇല്ല. സോ അപ്പോൾ അവിടെ എൻ്റെ അവിടെ നമ്മൾ 0 എഴുതി. ദെൻ A to B നമുക്ക് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ A to B ഇവിടെ അൺഡയറക്റ്റഡ് ആയത് കാരണം കൊണ്ട് നമുക്ക് അവിടെ A to Bയും വരും, B to Aയും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ A Bയുടെ എവിടെയും B Aയുടെ എവിടെയും 1 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് ഉണ്ട് അല്ലേ, എയിൽ നിന്ന് സിയിലേക്ക് ഉണ്ട്. അപ്പം A to Cയും കൊടുത്തു നമ്മൾ 1, C to Aയും നമ്മൾ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ A to D ആണുള്ളത്. അപ്പം A to Dയും D to Aയും നമ്മൾ 1 കൊടുത്തു. ദെൻ അടുത്തത് A to E നമുക്ക് ഇല്ല. സോ A to E ഇല്ലാത്തത് കൊണ്ട് A to E നമ്മൾ 0 വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിൽ ഇങ്ങനെയാണ്. ഒരു വേർട്ടെക്സിൽ നിന്ന് ഏതൊക്കെ വേർട്ടെക്സിലേക്കാണോ എഡ്ജ് ഉള്ളത്, കണക്റ്റഡ് എഡ്ജ് ഉള്ളത്, അവിടെ നമുക്കവിടെ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ D to D നമുക്ക് ഡിയിലേക്കൊരു സെൽഫ് ലൂപ്പ് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അവിടെ D വരുന്ന ഇവിടെ നമുക്ക് 1 വരും. ഓക്കെ, ദെൻ ബാക്കി എവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ സെൽഫ് ലൂപ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് 0 ആയിരിക്കും, B 0 ആയിരിക്കും, C 0 ആയിരിക്കും, E 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കണക്ഷൻ ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ 0 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സിമിലർലി അതുപോലെ തന്നെയാണ് ഡയറക്റ്റഡ് ഗ്രാഫിലും. എന്നാൽ ഡയറക്റ്റഡ് ഗ്രാഫിൽ എന്ന് പറയുമ്പം അവിടെ ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ A to B ഒരു ഡയറക്ഷൻ ഉള്ളുവെങ്കിൽ അവിടെ നമ്മൾ A to Bക്ക് മാത്രമായിരിക്കും നമ്മൾ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. തിരിച്ച് B to A ഒരിക്കലും 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എവിടേക്കാണോ നമുക്ക് ആരോ ഉള്ളത്, ഓക്കെ, ഏതിലേക്കാണോ ഡയറക്ഷൻ തന്നിട്ടുള്ളത് അവിടേക്ക് മാത്രമായിരിക്കും നമ്മൾ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അത് അല്ലാത്തത് നമ്മൾ കണക്ഷൻ ഇല്ലാത്തത് 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിപ്പം അഡ്ജസൻസി മെട്രിക്സിൻ്റെ തന്നെ വേറെ എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ 2 നോഡ്സ് അഡ്ജസൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ അവർ തമ്മിലൊരു എഡ്ജ് വേണം അല്ലേ. ഇപ്പം ആദ്യം ഒരു ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ദെൻ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് ലൂപ്പ് ഉള്ളത് തന്നിട്ടുണ്ട്. ദെൻ അടുത്തത് അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ തന്നിട്ടുണ്ട്, ഒരു വെയ്റ്റഡ് ഗ്രാഫിൻ്റെയും തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫിലും ഡയറക്റ്റഡ് ഗ്രാഫിലെല്ലാം 0s and 1s വെച്ചിട്ടായിരുന്നു നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു വെയ്റ്റഡ് ഗ്രാഫ് വരുമ്പോൾ നമുക്ക് അവിടെ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വെയിറ്റ് വെച്ചായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം കണക്ഷൻ ഇല്ലാത്ത ഭാഗം ആസ് യൂഷ്വൽ 0 വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇൻസിഡൻസ് മെട്രിക്സ് ആണ്. ഇൻസിഡൻസ് മെട്രിക്സിൽ ഗ്രാഫിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പം എത്ര നമ്മൾ അഡ്ജസൻസി മെട്രിക്സിൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരുന്നു, എത്ര നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഇരുന്നത്. 4 വേർട്ടിക്സ് ആണെങ്കിൽ നമുക്ക് റോസും കോളംസും 4x4 ആയിരുന്നു. ഇവിടെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ്. നമ്മൾ ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വേർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും, അവിടേക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ വേർട്ടെക്സും ആ ഒരു എഡ്ജും ഇൻസിഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അഡ്ജസൻസി എപ്പോഴും നമ്മൾ പറയുന്നത് 2 വെർട്ടെക്സ് തമ്മിലാണെങ്കിൽ ഇൻസിഡൻസ് നമ്മൾ പറയുന്നത് ഒരു എഡ്ജും ഒരു വേർട്ടെക്സും തമ്മിലാണ്. ഓക്കെ, ഒരു എഡ്ജിൽ നിന്ന് ഒരു എഡ്ജിന് ഒരു വേർട്ടെക്സിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവിടെ ഇൻസിഡൻസ് ആണ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇവിടെ ഒരു മെട്രിക്സ് എടുക്കുമ്പം ഏതൊക്കെയായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്? ഒരു സൈഡ് നമ്മൾ എഡ്ജ് ആണെങ്കിൽ ഒരു സൈഡ് നമ്മൾ വേർട്ടെക്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, റോസ് ആൻഡ് കോളംസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെയും നമ്പർ ഓഫ് എഡ്ജസിൻ്റെയും നമ്പറിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പം 4 വേർട്ടെക്സും 6 എഡ്ജും ഉള്ളൊരു ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ 4x6 മെട്രിക്സ് വെച്ചായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, റോസ് എപ്പോഴും വേർട്ടെക്സ് ആയിരിക്കും, റോസ് ഫോർ വേർട്ടെക്സ് ആൻഡ് കോളംസ് ഫോർ എഡ്ജസ്, കോളംസ് ആയിരിക്കും എഡ്ജസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് അതിന് റെപ്രസെൻറ്റേഷൻ നമ്മൾ 3 വാല്യൂസ് ആണ് വരുന്നത്, 0, 1 ആൻഡ് -1. ഓക്കെ, 0 എന്ന് പറയുന്നത് റോ എഡ്ജാണ്. ഓക്കെ, ദ റോ എഡ്ജ് ഇസ് നോട്ട് കണക്റ്റഡ് ടു കോളം വേർട്ടെക്സ്. അതായത്
റോ എഡ്ജ് ഒരു എഡ്ജ് എന്താ കോളം വേർട്ടെക്സിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ 0. ഓക്കെ, ഒരു റോവിൻ്റെ എഡ്ജ് കോളത്തിൻ്റെ വേർട്ടെക്സിൻ്റെ കോളത്തിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ 0. ഓക്കെ, ഇനി 1 റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? റോ എഡ്ജ് ഒരു ഔട്ട് ഗോയിങ് എഡ്ജ്. ഓക്കെ, കണക്റ്റഡ് ഔട്ട് ഗോയിങ് എഡ്ജായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ, കോളം വേർട്ടെക്സിലേക്ക് ഒരു ഔട്ട് ഗോയിങ് എഡ്ജായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 ആയിരിക്കും. എന്നാൽ തിരിച്ച് ഔട്ട് ഗോയിങ്ങിന് പകരം ഇൻകമിങ് എഡ്ജായിട്ടാണ് ഒരു റോ എഡ്ജിലേക്ക് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് -1 ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് പറഞ്ഞു റോസ് നമ്മൾ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റോസ് ഫോർ വേർട്ടെക്സ് എന്ന് പറഞ്ഞു. എന്നാൽ എഡ്ജസ് എന്തായിരിക്കും? കോളംസ് ആണ്. അപ്പോൾ കോളംസ് എന്ന് പറയുന്നത് E1, E2, E3 എക്സ്ട്രാ അപ് ടു E8, 8 എഡ്ജസ് ആണുള്ളത്. ഓക്കെ, 5 റോസും, അതായത് ABCDE. ഇനി നമ്മൾ 0 റെപ്രസെൻ്റ് ചെയ്യുന്നത് കണക്ഷൻ ഇല്ലാതെ വരുമ്പോൾ. ഓക്കെ, ഇപ്പം ഇതിൽ A1 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഔട്ട് ഗോയിങ് എഡ്ജ് വരുമ്പോൾ, എയിൽ നിന്ന് ആണ് E1, എഡ്ജ് E1 എന്ന് പറയുന്നത് എയിൽ നിന്നൊരു ഔട്ട് ഗോയിങ് ആയത് കാരണം കൊണ്ട് അവിടെ 1 കൊടുത്തു. ഓക്കെ, എയിൽ നിന്ന് പോകുന്ന എഡ്ജ് E1 ഔട്ട് ഗോയിങ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ 1 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി എയിൽ നിന്ന് വീണ്ടും പോകുന്നുണ്ട് ഒരു എഡ്ജ് E2 എന്ന് പറയുന്ന എഡ്ജ്. ആ E2 എന്ന് പറയുന്ന എഡ്ജും എന്താണ്? ഔട്ട് ഗോയിങ് ആയതുകൊണ്ട് തന്നെ നമ്മളത് 1 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ദെൻ എയിലേക്കൊരു ഇൻകമിങ് എഡ്ജ് വരുന്നുണ്ട് E3 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പകരം എഡ്ജസ് ഔട്ട് ഗോയിങ് ആണോ ഇൻകമിങ് ആണോ എന്ന് മാത്രം നോക്കുക. അത് ഒരു വേർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്യുക, അതിലേക്ക് വരുന്ന വേർട്ടെക്സിൻ്റെ നമ്പർ എടുക്കുക, അത് ഔട്ട് ഗോയിങ് ആണോ ഇൻകമിങ് ആണോ അത്രയും മാത്രം മനസ്സിലാക്കുക. ഓക്കെ, എ എന്ന് പറയുന്ന വേർട്ടെക്സ് സെലക്ട് ചെയ്തു. എ എന്ന് പറയുന്ന ഒരു വേർട്ടെക്സിൽ 3 എഡ്ജസ് ആണുള്ളത്, E1, E2, E3. അതിൽ E1ഉം E2യും ഔട്ട് ഗോയിങ് ആണ്. സോ നമ്മൾ E1നെ E2നെ നമ്മൾ 1 റെപ്രസെൻ്റ് ചെയ്തു. എന്നാൽ E3 ഇൻകമിങ് ആണ്. ഇൻകമിങ് ആയതുകൊണ്ട് അവിടെ ഒരു -1 നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ബാക്കി എല്ലാ എഡ്ജസും എയും തമ്മിലുള്ള റിലേഷൻ 0 ആണ്. അപ്പോൾ അവിടെ ഒരു കണക്ഷനും ഇല്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ബി എടുക്കുകയാണ്. ബിയിലും നമുക്ക് 3 എഡ്ജസ് ആണുള്ളത്, E1, E4 ആൻഡ് E6 അല്ലേ? E1, E4, E6. അപ്പം E1, E4, E6 എന്ന് പറയുമ്പോൾ E1 എന്ന് പറയുന്നത് ഒരു ഇൻകമിങ് ആയതുകൊണ്ട് അവിടെ -1, E4 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് ആയതുകൊണ്ട് അവിടെ 1, ദെൻ E6 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് ആയതുകൊണ്ട് 1, ബാക്കിയെല്ലാം 0. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ അഡ്ജസൻസി ലിസ്റ്റാണ്. അഡ്ജസൻസി ലിസ്റ്റിലെന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിൻ്റെ ഓരോ വേർട്ടെക്സും എടുക്കുക. ആ ഓരോ വേർട്ടെക്സിനകത്തും അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസും ആയിട്ട് ഉള്ള ഓരോ വേർട്ടെക്സിനും ഓരോ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഓരോ വേർട്ടെക്സിനും ഓരോ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള കണക്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ n റോസ്, അപ്പോൾ നമ്മളത് മെട്രിക്സ് ഫോമിലാണ് ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര വേർട്ടെക്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വേർട്ടെക്സ് ആണെങ്കിൽ 5 റോസ്, 5/5, 5/5 റോസ് ആൻഡ് കോളംസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ അഡ്ജസൻസി മെട്രിക്സിനകത്ത്. അപ്പം ഇപ്പോൾ 5 റോസ് ആണ് നമുക്ക് ഉള്ളത് എങ്കിൽ അതിന് 5 ചെയിൻസ് ഉണ്ടായിരിക്കും അഡ്ജസൻസി ലിസ്റ്റിനകത്ത്. ഓക്കെ, അപ്പം ഒരു ചെയിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സുമായിട്ടായിരിക്കും ലിങ്കിങ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ തന്നിട്ടുണ്ട്. അപ്പം എ എടുക്കുകയാണ്. അപ്പം എ എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അപ്പം എയിൽ നിന്ന് ബിയിലേക്കൊരു കണക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയിൽ നിന്ന് വീണ്ടും സിയിലേക്കാണ് കണക്ഷൻ ഉള്ളത്. ഓക്കെ, ഡയറക്റ്റഡ് എഡ്ജ് ഉള്ളത്. അപ്പം എയിൽ നിന്ന് ആദ്യം ബിയിലേക്കൊരു ഡയറക്ഷൻ കൊടുത്തു, ദെൻ ബിയിൽ നിന്ന് സിയിലേക്കൊരു ലിങ്ക്ഡ് ലിസ്റ്റ്, ഇവിടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് അഡ്ജസൻറ്റ് വേർട്ടെക്സസ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയണത്. ഓക്കെ,
ഇപ്പം അഡ്ജസൻസി ലിസ്റ്റിന് മറ്റുള്ളതിനെ വെച്ച് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസൻ നോഡ്സ് പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ നോഡിൻ്റെ അഡ്ജസൻ നോഡ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് നമുക്കിപ്പം കുറച്ച് എഡ്ജസ് ഒക്കെ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം കമ്പ്യൂട്ടേഴ്സിൻ്റെ മെമ്മറി, കാരണം അഡ്ജസൻസ് ഈ കുറച്ചൊക്കെ ഉള്ളുവെങ്കിൽ അഡ്ജസൻസി മെട്രിക്സ് വെച്ച് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് വേസ്റ്റേജ് ഓഫ് മെമ്മറി വരുന്നുണ്ട്. കാരണം അഡ്ജസൻസി മെട്രിക്സിൽ നമുക്ക് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനൊരു സ്പേസ് കാണണം. കാരണം അവിടെ 0s or 1 വെച്ച് നമ്മുടെ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4x4 4 റോസ് അല്ലെങ്കിൽ 4 വേർട്ടെക്സസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിന് 4x4 കാണുമ്പോൾ അവിടെ ഒരു ലിങ്ക് ഇല്ലാത്തതിന് വരെ നമ്മൾ അവിടെ ഒരു സ്പേസ് കണ്ടെത്തുകയാണ് ചെയ്യണത്. എന്നാൽ അഡ്ജസൻസി ലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ആവശ്യമില്ല. എവിടെ കണക്ഷൻ ഉണ്ടോ ആ കണക്ഷൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് നോഡ്സ് ഈസി ആയിട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും നമുക്ക് ഈസിയാണ് മറ്റ് മെട്രിക്സുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇത് അഡ്ജസൻസി ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് അഡ്ജസൻസി ലിസ്റ്റിൻ്റെ. അപ്പോൾ ആദ്യത്തെ ഫിഗറിനകത്ത് എയിൽ നിന്ന് എ എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ എയുടെ 2 ലിസ്റ്റ്, അതായത് നെയ്ബേഴ്സാണ് ബിയും സിയും. ഓക്കെ, ഇപ്പം എ ടു ബി ഉണ്ട്, ബി ടു സി. ബി ടു സി എന്നല്ല അതിൻ്റെ മീനിങ്, എയിൽ നിന്ന് ബിയിലേക്കും ഒരു ഡയറക്ഷൻ ഉണ്ട്, എയിൽ നിന്നെങ്കിൽ സിയിലേക്ക്. എയുടെ 2 അഡ്ജസൻ വേർട്ടിസസ് ആണ് ബിയും സിയും. ഓക്കെ, സി കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അപ്പോൾ അത് കാരണം അത് ക്രോസ് ചെയ്ത് നമുക്ക് ആ ലിസ്റ്റ് അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ബി എടുക്കുകയാണ്. ബി എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ബിയിൽ നിന്ന് സിയിലേക്കും ഉണ്ട്, അതുപോലെ തന്നെ ബിയിൽ നിന്ന് ഡിയിലേക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ബിയിൽ നിന്ന് സിയിലേക്കും ഡിയിലേക്കും കാണിച്ചു, ആ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. അടുത്തത് സി എടുക്കുകയാണെങ്കിൽ സിയിൽ നിന്ന് ഡിയിലേക്ക് മാത്രമേ ഉള്ളൂ, സോ സിയിൽ നിന്ന് ഡിയിലേക്കിട്ട് ലിസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി ഡി എടുക്കുകയാണെങ്കിൽ ഡിയിൽ നിന്ന് എയിലേക്കും ഉണ്ട്, ഡിയിൽ നിന്ന് ബിയിലേക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡിയിൽ നിന്ന് എയിലേക്ക് കൊടുത്തു, ദെൻ അവിടെ നിന്ന് ആ ലിസ്റ്റ് അടുത്ത ലിസ്റ്റ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ബിയിലേക്കാണ്, അതോടുകൂടിയിട്ട് അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിലാണെങ്കിൽ എ എടുക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ബി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എയിൽ നിന്ന് ഡിയിലേക്കും ഉണ്ട്, ക്ലോസ് ചെയ്തു. ദെൻ ബി എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നുണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് വരുന്നുണ്ട്, ബിയിൽ നിന്നെങ്കിൽ ഡിയിലേക്കും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 നെയ്ബേഴ്സാണുള്ളത് ബിക്ക്, അപ്പം അതോടുകൂടി ക്ലോസ് ചെയ്തു. ഇനി സി എടുക്കുകയാണെങ്കിൽ സിക്ക് 2 എണ്ണം, ബി ഇ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ വേർട്ടെക്സിൻ്റെയും നെയ്ബേഴ്സ് എടുക്കുക, അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ഇനി വെയ്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ നമുക്കിപ്പോൾ എ എടുക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കും ഉണ്ട്, എയിൽ നിന്ന് ഡിയിലേക്കും ഉണ്ട്. അപ്പോൾ നമുക്കവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു 3 സ്പേസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് വെയിറ്റ് കാണിക്കാനും കൂടിയിട്ട്, മറ്റൊരെണ്ണം പോയിന്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, ഒരെണ്ണം നമ്മളുടെ വേർട്ടെക്സ് കാണിക്കാൻ, ഒരെണ്ണം നമുക്ക് വെയിറ്റ് കാണിക്കാൻ, ഒരെണ്ണം നമുക്ക് പോയിന്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ബിയുടെ വെയിറ്റ് 4, ദെൻ അത് പോയിന്റ് ചെയ്യുന്നത് എയിൽ നിന്ന് ഡിയിലേക്ക്, അപ്പം ഡിയുടെ വെയിറ്റ് 2, അതോടുകൂടിയിട്ട് ലാസ്റ്റ് കഴിയുമ്പോൾ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ആ ലിസ്റ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അഡ്ജസൻസി ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.